കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡാറ്റ രണ്ട് തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്ന് നമ്മൾ പറഞ്ഞു. എവിടെ നിന്നൊക്കെയാണ്, ഏത് സോഴ്സിൽ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അതിൻ്റെ ബേസിസിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ പറഞ്ഞു. അതിലൊന്നായിരുന്നു പ്രൈമറി ഡാറ്റ. നമ്മൾ ഇൻവെസ്റ്റിഗേറ്റർ ഡയറക്റ്റായിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റ, ഓർ ഫസ്റ്റ് ഹാൻഡ് ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. അടുത്തത് സെക്കൻഡറി ഡാറ്റയായിരുന്നു അല്ലേ. അപ്പോൾ സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത് മറ്റാരോ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി, നമ്മളത് ഉപയോഗിക്കുന്നേ ഉള്ളൂ. അപ്പോൾ കളക്ഷൻ വേണ്ടത് ഏത് ഡാറ്റയ്ക്കാണ്? പ്രൈമറി ഡാറ്റയ്ക്കാണ്. അപ്പോൾ പ്രൈമറി ഡാറ്റ എങ്ങനെയൊക്കെയാണ് കളക്ട് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ. ഈ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് കുറേ വെച്ചാലും മെത്തേഡ്സ് ആയിട്ട് പറയാൻ നമുക്ക് പറയാം. നമ്മൾ അതിന് കുറച്ച് മെത്തേഡ്സാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രൈമറി ഡാറ്റ, ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ഉള്ളൊരു മെത്തേഡാണ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ. അതായത് വേണ്ട വിവരങ്ങൾ, ഇൻഫോർമേഷൻ തരുന്ന ആളുകൾ, അവർ നമ്മൾ പറയാൻ പോകുന്ന, അതായത് ഇൻഫോർമൻസ് എന്ന് പറയും. ഇൻഫോർമേഷൻ തരുന്ന ആളുകൾ, ആരുടെ അടുത്തു നിന്നാണ് നമ്മൾ വിവരങ്ങൾ വേണ്ടത്, ആ ആളുകൾ നമ്മൾ ഇൻഫോർമൻസ് എന്ന് പറയും, അല്ലെങ്കിൽ റെസ്പോണ്ടൻസ് എന്ന് പറയും അല്ലേ. അപ്പം ഈ ആളുകളുടെ അടുത്തുനിന്ന് നമ്മൾ ഡയറക്റ്റായിട്ട് ചെന്നിട്ട് വിവരങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ, ഇൻവെസ്റ്റിഗേറ്റർ തന്നെയോ അങ്ങനെയുള്ള ആളുകൾ നേരിട്ട് ചെന്നിട്ട് വിവരങ്ങൾ ശേഖരിക്കുകയാണെങ്കിൽ അതിന് ആ മെത്തേഡാണ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ, അല്ലെങ്കിൽ ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ എന്ന് പറയും. അപ്പോൾ അവരോട് നേരിട്ട് ചെന്നിട്ട് അവർക്ക് ആവശ്യമുള്ള വിവരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ കളക്ട് ചെയ്തെടുക്കുകയാണ് അവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മെത്തേഡ് പോപ്പുലേഷനൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയുടെ ആ ഏരിയ, വളരെ ലിമിറ്റഡ് ഏരിയയിലുള്ള ഡാറ്റയാണെന്ന് വെച്ചാൽ ഇതൊക്കെ ഓക്കെയാണ്. വലിയൊരു സ്ഥലത്തു നിന്നാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് എങ്കിൽ ഈ മെത്തേഡ് അത്ര പോസിബിൾ അല്ല, ബുദ്ധിമുട്ടുള്ളൊരു മെത്തേഡായിരിക്കും. മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. ഇവിടെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരിട്ടിട്ട് ആളുകളുടെ അടുത്തു നിന്നല്ല, അവരെ പരിചയമുള്ള ആളുകളുടെ അടുത്തു നിന്നൊക്കെയുള്ള വിവരങ്ങളായിരിക്കും നമ്മൾ ശേഖരിക്കുന്നത്. ഇപ്പോൾ വേണിച്ചാൽ ചിലപ്പോൾ നമ്മളിപ്പോൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകളെ പറ്റിയിട്ടുള്ള സർവേ ഒക്കെയാണ് നടത്തുന്നത് വിചാരിക്കുക, അല്ലെങ്കിൽ ഇപ്പം മദ്യപിക്കുന്ന ആളുകളുടെ അവരുടെ അതിൻ്റെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു പഠനങ്ങളൊക്കെയാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ ചിലപ്പോൾ അവരോട് നേരിട്ട് പോയി ചോദിച്ചാൽ ചിലപ്പം വിവരങ്ങളും മര്യാദയ്ക്ക് കിട്ടില്ല അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ചുറ്റുപാടുള്ള ആളുകളിൽ നിന്നോ അവരായിട്ട് ടച്ചുള്ള ആളുകളിൽ നിന്നൊക്കെയാണ് വിവരങ്ങൾ ശേഖരിക്കും. അങ്ങനെയുള്ളൊരു മെത്തേഡാണ് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന അടുത്ത മെത്തേഡ്. ആൻഡ് മൂന്നാമത് പറയുന്നൊരു മെത്തേഡാണ് ടെലിഫോൺ ഇൻ്റർവ്യൂയിങ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ, ഇപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് തന്നെ വരുന്നുണ്ടോ വീട്ടിലേക്ക് ഫോൺ വന്നിട്ട് ഓരോ വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. അപ്പോൾ ഫോൺ വിളിച്ചിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു മെത്തേഡാണ് ടെലിഫോൺ ഇൻ്റർവ്യൂയിങ്. അത് ചിലപ്പം ടൈമൊക്കെ വളരെ കുറച്ച് ടൈമൊക്കെ ഉള്ളൂ, പെട്ടെന്ന് വിവരങ്ങൾ ആവശ്യമൊക്കെ വേണം എന്നുള്ള സമയത്തൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ്. മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലോക്കൽ കറസ്പോണ്ടൻസ് വഴി വിവരങ്ങൾ ശേഖരിക്കുക. അതായത് ഒരു പ്രദേശത്ത് അവിടെ ആ പ്രാദേശികമായിട്ട് ആ ഭാഗത്തുള്ള ആളുകളുടെ അടുത്തുനിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു മെത്തേഡാണ് ലോക്കൽ കറസ്പോണ്ടൻസിനെ വെച്ചിട്ട് വിവരങ്ങൾ ശേഖരിക്കുക. അതായത് നമ്മളെ ഈ ഇൻവെസ്റ്റിഗേറ്ററോ അയാൾ വിവരങ്ങൾ ശേഖരിക്കാൻ അയാൾ നിയമിക്കുന്ന ആളുകളെ നമ്മൾ എന്യൂമറേറ്റേഴ്സ് എന്നാണ് പറയുക. എന്യൂമറേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവേഴ്സ് എന്നൊക്കെ പറയും. അപ്പോൾ ഇയാളെ എന്യൂമറേറ്റേഴ്സ് എന്നൊന്നും വിടാതെ അവിടെയുള്ള ആളുകളെ അടുത്തുനിന്ന്, ആ പ്രദേശത്തുള്ള ആളുകളെ അടുത്തുനിന്ന് വിവരങ്ങൾ ശേഖരിക്കുക. അപ്പോൾ ന്യൂസ് പേപ്പേഴ്സിനൊക്കെ ഉണ്ട് അവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകളിൽ നിന്ന് വിവരങ്ങൾ കിട്ടുന്നത് അല്ലേ. അപ്പോൾ അങ്ങനത്തെ വിവരശേഖരണത്തിനെയാണ് ലോക്കൽ കറസ്പോണ്ടൻസ് വഴിയുള്ള ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. മറ്റൊരു മെത്തേഡാണ് ക്വസ്റ്റ്യനേഴ്സും ഷെഡ്യൂൾസും വെച്ചിട്ടുള്ള ഒരു മെത്തേഡ്. അപ്പോൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് എന്താണ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞത്. അപ്പോൾ ക്വസ്റ്റ്യനെയർ എന്നുള്ള പേര് തന്നെ അറിയാം, ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. സെറ്റ് ഓഫ് വെറും ക്വസ്റ്റ്യൻസിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്തൊക്കെ വിവരങ്ങളാണോ നമുക്ക് ആവശ്യമുള്ളത് അതിനനുബന്ധിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആരടുത്തു നിന്നാണോ നമുക്ക് വിവരങ്ങൾ വേണ്ടത് അല്ലേ, അവരുടെ അടുത്തേക്ക് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് അയച്ചു കൊടുക്കും. അവരുടെ അടുത്തുനിന്ന് മെയിൽ ചെയ്യും, എന്നിട്ട് അവരെന്ത് ചെയ്യും? അത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് വിവരങ്ങൾ തിരിച്ചു തരും. അതേമാതിരിയുള്ള മറ്റൊരു സാധനമാണ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഷെഡ്യൂൾ എന്ന് പറയുന്നതും ഇറ്റ്സ് എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പക്ഷെ ക്വസ്റ്റ്യനെയറും ഷെഡ്യൂളും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പം ക്വസ്റ്റ്യനെയറും ഷെഡ്യൂളും ബോത്ത് ആർ പ്രിന്റഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. പക്ഷേ ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ വിവരങ്ങൾ തരുന്ന ആൾക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ട് അവരാണ് അത് ഫില്ല് ചെയ്യുന്നത്. ഇറ്റ് ഇസ് ഫിൽഡ് ബൈ ദ ഇൻഫോർമൻസ്. ഇൻഫോർമേഷൻ തരുന്ന ആളുകൾ തന്നെ ഫില്ല് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യനെയർ. എന്നാൽ ഷെഡ്യൂൾ എന്ന് പറയുന്നതുണ്ടല്ലോ, ആ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്ന ആളുണ്ടല്ലോ, ഇൻ്റർവ്യൂവർ, അയാളെ കയ്യിലായിരിക്കും ഈ ക്വസ്റ്റ്യനുകൾ ഉണ്ടാവുക. ഇത് അയാൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവർക്ക് കൊടുക്കില്ല, ഇയാളെ കയ്യിൽ തന്നെ വെക്കും. എന്നിട്ട് ഇയാളാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവർ പറയുന്ന ആൻസർ ആരാ ഫില്ല് ചെയ്യുന്നത്? എന്യൂമറേറ്റർ ആണ് ഇവിടെ ഫില്ല് ചെയ്യുക.
ചോദ്യം ചോദിക്കുന്ന ആൾ അന്ന വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ട് അയാൾ തന്നെ ഫില്ല് ചെയ്യും. അല്ലാതെ മറ്റേത് എന്താണ്, ക്വസ്റ്റ്യനെയർ ആരാ ഫില്ല് ചെയ്യുക, നമ്മൾ തന്നെയാണ് ഫില്ല് ചെയ്യുക. ആർക്കാണോ ആരുടെ നിന്നാണോ വിവരങ്ങൾ ശേഖരിക്കുന്നത് ആ ശേഖരിക്കുന്ന ആളുകളാണ് അത്, ആ വിവരങ്ങൾ തരുന്ന ആളുകൾ അവരാണ് ഫില്ല് ചെയ്യുന്നത്. ഇത് എന്യൂമറേറ്റേഴ്സാണ് ഷെഡ്യൂള് ഫില്ല് ചെയ്യുന്നത്. ക്വസ്റ്റ്യനേഴ്സ് നമുക്ക് പോസ്റ്റ് വഴി സെൻഡ് ചെയ്യാം. ഷെഡ്യൂൾ എന്ത് ചെയ്യും, അത് എന്യൂമറേറ്റേഴ്സിനെ കൊണ്ടുപോവുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആളുകളെ നിയമിക്കൊന്നും വേണ്ട, നമ്മൾ അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കേണ്ട ചിലവും അത് പോസ്റ്റലായിട്ട് അയക്കേണ്ട ചിലവൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇത് ലെസ് എക്സ്പെൻസീവ് ആയിരിക്കും. ഷെഡ്യൂൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ എന്യൂമറേറ്റേഴ്സിന് കുറച്ച് ആളുകളെയൊക്കെ നമ്മൾ നിയമിക്കണം അല്ലെ, വിവരങ്ങൾ ശേഖരിക്കാൻ നമ്മൾ കുറച്ച്, അപ്പോൾ അതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. ഇപ്പോൾ ക്വസ്റ്റ്യനെയറിന് ശരിക്കും പുവർ റെസ്പോൺസ് ആയിരിക്കും. പലരും ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ എല്ലാവരും ഇപ്പം അത് ഫില്ല് ചെയ്യാനൊന്നും മെനക്കെടണം എന്നൊന്നുമില്ല. ചിലപ്പോൾ കിട്ടിയാൽ അതൊരു സൈഡിൽ ഇട്ടേക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് വിൽ ബി പുവർ. എന്നാൽ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ചോദ്യം ചോദിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ മാർക്ക് ചെയ്യാണ്. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു റെസ്പോൺസ്, നമ്മൾ ചോദ്യം ചോദിച്ച് അവരുടെ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ്, അപ്പോൾ നല്ല റെസ്പോൺസ് ആയിരിക്കും അതിൽ. ആൻഡ് ക്വസ്റ്റ്യനെയറിൻ്റെ ടൈം കൺസ്യൂം ആയിരിക്കും. ടൈം കൺസ്യൂമിങ് ഇൻ ദ സെൻസ് നമ്മൾ പോസ്റ്റലായിട്ട് അവർക്ക് അയച്ചു കൊടുക്കുന്നു, അവർ മറുപടി അയക്കുന്നു, അത് തിരിച്ചു തരുന്നു, അതിനൊക്കെ ഒരു ടൈം ഉണ്ടാവും. ഷെഡ്യൂൾ എന്ന് വെച്ചാൽ പോയി വിവരം ശേഖരിച്ചു, അപ്പോൾ തന്നെ വിവരം കയ്യിൽ കിട്ടി. അപ്പം ഇവിടെ ലെസ് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. പിന്നെ ക്വസ്റ്റ്യനെയർ വായിച്ചു നോക്കിയാൽ അറിയുന്നവർക്ക്, എഴുത്തും വായനയും അറിയുന്നവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ലിറ്ററേറ്റ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അതൊക്കെ പറ്റുള്ളൂ. ഷെഡ്യൂൾ പിന്നെ പഠിപ്പും വിവരമില്ലാത്ത ആളുകളുടെ അടുത്ത് നമുക്ക് വിവരങ്ങൾ ശേഖരിക്കാം, അവരോട് ചോദിച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങളാണ് ക്വസ്റ്റ്യനെയറും ഷെഡ്യൂൾസും തമ്മിലുള്ളത്. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഒരു ക്വസ്റ്റ്യനെയറിനെ ഡ്രാഫ്റ്റ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇൻഫോർമേഷന് വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്, ക്വസ്റ്റ്യനെയർ ഷെഡ്യൂൾ എല്ലാം തന്നെ. അപ്പം ഇത് ചെയ്യുമ്പം ആദ്യം തന്നെ നമ്മൾ ആരാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്, ആ ഇൻവെസ്റ്റിഗേറ്ററിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം അല്ലേ. ആരാണ്, ഇപ്പോൾ ഞാൻ ഇന്ന ഏജൻസിയാണ് അല്ലെങ്കിൽ ഇന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ എന്തായാലും കൊടുക്കണം. പിന്നെ എന്താണ് ഈ സർവേ നടത്തുന്നതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ള കാര്യം അതൊരു കവറിങ് ലെറ്ററായിട്ട് നമ്മളൊരു മെയിൽ അയക്കുകയാണല്ലോ, അല്ലെങ്കിൽ മെയിലോ ലെറ്ററായിട്ടോ അയക്കുകയാണല്ലോ, അതിൻ്റെ കൂടെ ഒരു കവറിങ് ലെറ്ററായിട്ട് എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വിവരങ്ങൾ ശേഖരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഒന്നുമില്ലാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം അയച്ചു കൊടുത്താൽ നമുക്ക് റെസ്പോൺസ് ഒന്നും കിട്ടിയെന്ന് വരില്ല. അപ്പം നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന ആളെ, ഇൻവെസ്റ്റിഗേറ്ററിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ള കാര്യങ്ങളൊക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ സർവേ നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലേ. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അയക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, നമുക്ക് ഒരാൾ റെസ്പോൺസ് തരണമെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം മറുപടി തരാൻ മടിയാണ് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്തായിരിക്കണം, മിനിമം ആയിരിക്കണം. ക്വസ്റ്റ്യൻ ഷുഡ് ബി മിനിമം ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. നമ്മളധികം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവരുത്. ഉള്ള ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ഏത് വിവരങ്ങളാണോ ശേഖരിക്കുന്നത് അതിനെ ഉദ്ദേശിച്ചിട്ടുള്ള ആ സ്കോപ്പ് ഓഫ് ദ സർവേ ഉണ്ടല്ലോ, എന്തിനു വേണ്ടിയിട്ട് സർവേ നടത്തുന്നത് അതിനെ യോജിക്കുന്ന, അതിന് വേണ്ട വിവരങ്ങൾ മാത്രമേ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. അനാവശ്യമായിട്ട് കുറേ ഡീറ്റെയിൽസ് ഒന്നും കളക്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെ ക്വസ്റ്റ്യൻസ് സാധാരണ സിമ്പിൾ ആയിരിക്കണം, സിമ്പിൾ ആൻഡ് ഷോർട്ടായിരിക്കണം ക്വസ്റ്റ്യൻസ്. വലിയ ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ ആൻസർ തരാനൊന്നും ഇപ്പോൾ എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ലല്ലോ, അതിന് ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് കഴിയണതും യെസ് ഓർ നോ എന്ന് പറഞ്ഞ ആൻസേഴ്സ് കൊടുക്കാവുന്ന ക്വസ്റ്റ്യൻസ്, ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. പിന്നെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ചിലർക്ക് അതൊന്നും ആൻസർ തരാൻ ഇഷ്ടമുണ്ടാവില്ല, പേഴ്സണലായ കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പം കഴിയുന്നതും പേഴ്സണൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആൻഡ് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ഈ ഇത് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻസും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായി. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ക്വസ്റ്റ്യനെയറിനെ നമ്മൾ അവർക്ക് മെയിൽ ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ക്വസ്റ്റ്യനെയർ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ.